ദിവസമായിട്ട് ഒട്ടും വയ്യാണ്ട് കിടക്കില്ലായിരുന്നു. രണ്ടുപേരും ഭക്ഷണമൊന്നും മര്യാദക്കൊന്നും കഴിക്കണ്ടായിരുന്നില്ല. നമ്മൾ ലേഡീസിനെ വയ്യാണ്ടായിരുന്നെങ്കിൽ എല്ലാം പോയി. കാരണം നമ്മൾ വീട്ടിലെ പണി നോക്കാൻ വയ്യാന്ന് പറഞ്ഞിട്ട് ഒരു ഭാഗത്ത് കിടക്കാനും പറ്റില്ല. എനിക്ക് വോയിസ് ഇതിൽ കേൾക്കുന്നുണ്ടോ അറിയില്ല. ഞാൻ വോയിസ് ഒന്ന് എടുക്കും. അപ്പോൾ എന്തൊക്കെ എന്തൊക്കെയോ തട്ടിക്കൂട്ടിയിട്ട് ഉണ്ടാക്കിയായിരുന്നു. പിന്നെ എൻ്റെ വീട്ടിൽ നിന്ന് ഫുഡൊക്കെ കൊണ്ടുവന്നു. പിന്നെ എന്തോ കഴിക്കാൻ തോന്നുന്നു. അപ്പോൾ ഞാനിന്ന് ദോശയും ചെമ്മീൻ റോസ്റ്റുമാണ് രാവിലെ തന്നെ ഉണ്ടാക്കുന്നത്. എല്ലാ ദിവസവും ഒരു നേരമെങ്കിലും എന്തെങ്കിലും സ്പെഷ്യലൊക്കെ ഉണ്ടാക്കും. പക്ഷേ വീഡിയോ എടുക്കാനുള്ള സമയം കിട്ടാറില്ല. വീഡിയോ എടുക്കുമ്പോൾ നമുക്ക് അതിനനുസരിച്ചിട്ടുള്ള ഒരു ഇത് വേണ്ടേ. കുറേ സ്റ്റാൻഡും വെച്ചാൽ അങ്ങോട്ട് ഉണ്ടാക്കി ഇങ്ങോട്ട് തരില്ല. പക്ഷെ എപ്പോഴാണ് നമ്മൾ വീഡിയോ എടുത്തിട്ട് നമ്മൾ എന്തെങ്കിലും ചെയ്യുന്നത്. ഭയങ്കര കാര്യത്തിൽ ഉണ്ടാക്കുന്നുണ്ട്. പക്ഷേ ഇനിയിപ്പോൾ ഇത് കഴിക്കാൻ പറ്റുമെന്ന് അറിയില്ല. കുറേ ദിവസമായി ഒരു വായ്ക്ക് രുചിയൊന്നും കഴിച്ച് എന്തൊക്കെയോ കഴിക്കാൻ തോന്നും. പക്ഷേ കഴിച്ചു നോക്കുമ്പോൾ നമുക്ക് ടേസ്റ്റ് കിട്ടുന്നില്ല. അങ്ങനത്തെ ഒരു അവസ്ഥ. പനിയും ചുമയും എല്ലാം കൂടി ആയിട്ട് സൗണ്ടൊക്കെ പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ നമുക്ക് റെസ്റ്റ് എടുക്കാൻ പറ്റില്ലല്ലോ. പനിയാണെങ്കിലും നമ്മൾ എണീറ്റ് ഓടേണ്ട അവസ്ഥയാണ്. ഞാൻ പുറത്ത് ബെഡിൽ കിടക്കുക. അപ്പോഴാണ് റൂഹിൻ്റെ ഒരു കോള്. മക്കൾ ഓരോ കാര്യത്തിന് വിളിക്കല്. അപ്പോൾ കിച്ചണിൽ ആരെങ്കിലും കയറിയാൽ തന്നെ ഓരോന്നും നമ്മൾ വിളിക്കുമല്ലോ. ഒരു റീലുണ്ടല്ലോ അങ്ങനെ. നമ്മളപ്പോൾ നീറ്റ് ഓടും. അങ്ങനത്തെ അവസ്ഥ എനിക്ക് വീടുകളിലേക്ക് ലേഡീസിന് വയ്യാണ്ടായിട്ടുണ്ടെങ്കിൽ വയ്യാതൊക്കെ കിടക്കാൻ പോലും പറ്റില്ല. അങ്ങനെ ഫുഡൊക്കെ റെഡി ആയിട്ടുണ്ട്. പക്ഷേ തമാശ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദോശൻ്റെ ടേസ്റ്റും ചെമ്മീൻ്റെ ടേസ്റ്റും ഒന്നും മനസ്സിലാവുന്നില്ല. എല്ലാം ഒരേ ടേസ്റ്റായിട്ട് തോന്നുന്നുണ്ടായിരുന്നു. ചായ പോലും ഒരു കയ്പായിരുന്നു ഉണ്ടായിരുന്നത്. റോസും റൂഹിയും കൂടി പോവുകയാണ് വീട് കാണാൻ. പൂവിൻ്റെ പുതിയ വീട്ടിലോട്ട്. ഇവിടെ നിൽക്കാനൊന്നും പറ്റൂല. ഈ ഒരു ദിവസം എനിക്ക് സൗണ്ട് എന്നാലും ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ ഇപ്പം ഇത് വോയിസ് ഓവർ കൊടുക്കുമ്പോൾ ഒട്ടും തന്നെ ഇല്ല. പറ്റ വയ്യാണ്ടായിപ്പോയി. എന്തായാലും ഇത് നമ്മൾ വീടിൻ്റെ അവിടേക്ക് വന്നതായിരുന്നു മക്കളെ കൂട്ടിയിട്ട്. മക്കളങ്ങനെ വല്ലപ്പോഴും മാത്രമേ ഇങ്ങോട്ടേക്ക് വരാറ്, പൊടിയുള്ളതുകൊണ്ടേ. റോസും റൂഹിയും വീട് കാണാൻ വന്നാണ്. ഇപ്പോൾ അവിടെ ഇരിക്കണുണ്ടോ? നീറ്റ് വാ മക്കളെ, വീട് സെറ്റായിട്ടില്ല. വാ, എവിടുക്കാ വാ, എവിടുക്കാ റോസ് പോകണ്ട? റോസ് ഓടരുത്. റൂയി വാ, റൂയി മോള് വാ. റൂയിന്റെ വീടാണിത്. റൂയിന്റെ വീടാണിത്. റോസു ഇറങ്ങ. റോസു വീടിന്റെ പേരെന്താ തീരുമാനിച്ചോ? റൂഹിന്റെ പേരിടണോ റോസുവിന്റെ പേരിടണോ? നമ്മളെ വീടിന്റെ പേര് റൂഹി വില്ല എന്നായിരുന്നു ആദ്യം വിചാരിച്ചിരുന്നത്. അപ്പം അതിട്ടപ്പോൾ റീനുവിനും റോസുവിനും പരാതി. അതെന്താ റൂഹിൻ്റെ മാത്രം വീടാണോ, റോസുവിൻ്റെ വീട് അല്ല റീനുവിൻ്റെ വീട് എന്താ ഞങ്ങളാരെ വീടല്ലേ എന്ന് ചോദിച്ചു. അയ്യോ എന്താ അത് കാണിച്ചിരിക്കണത്? എന്താ റൂഹി? അപ്പോൾ അങ്ങനെ ഞങ്ങളെ വീടിൻ്റെ പേര് അത് മാറ്റി. റൂഹിൻ്റെ പേരുണ്ട് വേണ്ടാന്ന് വെച്ചു. മക്കളുടെ പേരും വേണ്ടാന്ന് വെച്ചു. ഒരാളുടെ പേരിട്ട് അല്ലെങ്കിൽ പിന്നെ 3 ആൾക്കാരും കൂടി ഒരു പേര് കണ്ടുപിടിക്കേണ്ടി വരും. റീൻ, റോസ്, റൂഹി 3 കൂടി ഉള്ളൊരു പേര് കണ്ടുപിടിക്കേണ്ടി വരും. അല്ലെങ്കിൽ പിന്നെ ഇക്ക പറഞ്ഞു എൻ്റെ പേരിടാന്ന്. അത് എന്നോടുള്ള ഇഷ്ടം കൊണ്ടൊന്നുമല്ല. ഐഷാസ് കിച്ചൻ എങ്ങനെ ബ്രാൻഡ് ആയതുകൊണ്ട് അതുമല്ല. ഇപ്പം തന്നെ ഇവിടെ എല്ലാവരും വന്നിട്ട് ഇങ്ങനെ ചോദിക്കും ഐഷാസ് കിച്ചൻ ഏതാ വീടല്ല ചോദിക്കണത്, ഐഷാസ് കിച്ചൻ ഏതാ, അവരെ വീട് ഏതാണെന്ന് ചോദിക്കല്. അങ്ങനെ എൻ്റെ പേര് നല്ല രീതിയിലല്ല കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞത് വേണ്ട, എൻ്റെ പേരിട്ടിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പോൾ അത് കേൾക്കണവർ വേറെ രീതിയിലെടുക്കും. അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തെ ഒരു പ്രശ്നം വേണ്ട. അപ്പോൾ എന്താ പറയുക, അപ്പോൾ നമുക്ക് വേണ്ടത് എൻ്റെതും ഇക്കാൻ്റെയും കൂടിയിട്ടുള്ള ഒരു പേര്. ഓക്കെ അല്ലേ? നമ്മൾ രണ്ടാളും കൂടിയുള്ള പേര്. എൻ്റെ ഇക്കാനും കൂടി. അതന്നെ ഇപ്പം ഞാൻ പറയണത്. അല്ല ഞാൻ ഇത്രയും കഷ്ടപ്പെട്ടിട്ടത്. കുറേ ദിവസമായി, 1 മാസത്തിന് മേലായി. എന്നിട്ട് വേണം നമുക്ക് നെയിം ബോർഡൊക്കെ ഫിക്സ് ചെയ്യാൻ കൊടുക്കാനേ. അപ്പം എൻ്റെ ഇക്കാനും കൂടി കൂടിയിട്ടുള്ള ഒരു പേര് വേണം. അല്ലെങ്കിൽ മക്കളുടെ 3 പേരിനും കൂടി ഉള്ള ഒരു പേര്. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അറബിക് നെയിം ആയാലും മതി. അറബിക് നെയിം നമ്മൾ കുറേ നോക്കി. പിന്നെ എല്ലായിടത്തും കോമൺ ആയിട്ടുള്ള പേരാണ് അല്ലേ? എന്തായാലും എൻ്റെ ഇക്കാക്ക് ഇഷ്ടം എൻ്റെ പേരിടാനാണ് അല്ലേ?
ചളി ചളി ചളി. ഓക്കെ, അപ്പോൾ എന്തായാലും പറഞ്ഞ പോലെ എൻ്റെ ഇക്കാനും കൂടി മിക്സ്ഡ് ആയിട്ടുള്ള പേര് അല്ലെങ്കിൽ മക്കളുടെ മൂന്നാളിനും കൂടിയുള്ള ഒരു പേര് സജസ്റ്റ് ചെയ്യട്ടെ. സജസ്റ്റ് ചെയ്യുന്നവർക്ക് ഒരു ഗിഫ്റ്റ് കൊടുക്കട്ടെ. ഇൻഷാ അല്ലാഹ് ഒരു ഗിഫ്റ്റ്, ഒരു അടിപൊളി ഗിഫ്റ്റ്, നിങ്ങൾ പ്രതീക്ഷിക്കാത്ത നല്ലൊരു ഗിഫ്റ്റ് ആയിരിക്കും. നമുക്ക് ഇഷ്ടപ്പെട്ട പേരുണ്ടെങ്കിൽ കേട്ടോ. അപ്പോൾ താഴെ കമൻറ്റ് ബോക്സിൽ നല്ലൊരു പേര് അതിന് താഴെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ നല്ല പേര് സജസ്റ്റ് ചെയ്യുക. അതിൽ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പേരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ പേര് ഞാൻ എടുത്തിട്ട് എങ്ങനെയാണ് പേര് നമ്മൾ രണ്ടാളുടെ പേര് മിക്സ് ചെയ്തിട്ടുള്ള എന്ത് പേരും നമ്മൾ രണ്ടാളുടെയും കൂടെ അല്ലെങ്കിൽ മക്കളുടെ മൂന്നാളുടെ കൂടെ ആയിഷ തൻവീർ അല്ലെങ്കിൽ മക്കളുടെ മൂന്നാൾ എന്ത് ഡിഫറെൻറ്റ് പേര്. കാരണം നമ്മൾ രണ്ടാളും കൂടി മനസ്സിൽ വെച്ചിട്ട് പല പല പേരുകളും വിചാരിച്ചു, പക്ഷെ ഒന്നായിട്ട് സെറ്റ് ആവണില്ല. പിന്നെ എന്താണ് ഒരാളുടെ ഒറ്റയ്ക്ക് പേരിടുമ്പോൾ രസമില്ലല്ലോ. അതൊരു എന്താ പറയുക, കുട്ടികളെ കൂട്ടി കൊണ്ടുവന്നുള്ള പ്രശ്നമാണ്. ഇവർ രണ്ടാളും അങ്ങനെ വല്ലാണ്ട് ഇങ്ങോട്ട് കൊണ്ടുവരില്ല. അപ്പം പറഞ്ഞ മറക്കണ്ട, എല്ലാവരും നല്ലൊരു പേര് സജസ്റ്റ് ചെയ്യുക. ഇൻഷാ അല്ലാഹ് നല്ല പേര്, നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു പേര് നമുക്ക് സജസ്റ്റ് ചെയ്ത് തരുന്നവർക്ക് നല്ലൊരു അടിപൊളി ഗിഫ്റ്റ് തരുന്നതായിരിക്കും. താഴെ കമൻറ്റ് ബോക്സിൽ വേഗം നല്ല പേരുകളുണ്ട്, സജസ്റ്റ് ചെയ്തോളൂ കേട്ടോ. ഓക്കെ, ഫ്ലാറ്റിക്ക് പോകണ്ടാന്ന് കുട്ടികളാണ്ട് പോയി. മക്കൾക്ക് ക്ലാസ്സില്ലാത്തൊരു ദിവസമായിരുന്നു. അങ്ങനെ ഞങ്ങളിതാ വീട്ടിലോട്ട് തന്നെ വന്നു. നമ്മളെ വീഡിയോസ് സ്ഥിരമായിട്ട് കാണുന്നവർക്ക് അറിയുന്നുണ്ടാവും, ഞങ്ങൾ UAE നിന്ന് മക്കളെ കൊണ്ട് നാട്ടിലേക്ക് സെറ്റിലായ ശേഷം മക്കൾക്ക് അവരുടെ എഡ്യൂക്കേഷൻ വൈസ് ഒന്ന് സെറ്റിലാവാൻ കുറച്ച് സമയം എടുത്തിട്ടുണ്ടായിരുന്നു. കാരണം UAE പോലെയല്ലല്ലോ ഇവിടെ പഠനങ്ങളും ക്ലാസ്സുകളൊക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ സെറ്റിലാവാൻ കുറച്ച് സമയം എടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ മാത്സ് ക്ലാസ്സിൽ ഏറ്റവും എടുത്ത് പറയേണ്ടത് ബാൻസുവിൻ്റെ ഈ ഒരു സ്പെഷ്യൽ ക്ലാസ് റോസുവിന് കൊടുത്തത് തന്നെയാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബാൻസുവിൽ കുട്ടികളെ പഠിപ്പിക്കുന്നത് മെൻ്റൽ മാത്സ് ആണ്, അതായത് മാത്സിലെ ടെക്നിക്സ് ട്രിക്സ് ആ കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അത് പഠിച്ചു കഴിഞ്ഞാൽ മാത്സ് ഭയങ്കര സിമ്പിളാവും. മാത്സ് എന്ന് പറഞ്ഞത് കാണാതെ പഠിക്കുന്ന ഒരു സബ്ജക്റ്റ് അല്ലല്ലോ. അപ്പോൾ അതിൻ്റെ ആ ഒരു ടെക്നിക്ക്, അതിൻ്റെ ട്രിക്സുകളൊക്കെ മനസ്സിലാക്കി പഠിച്ചു കഴിഞ്ഞാൽ ഇത്രയും ഈസി ആയിട്ടുള്ള സബ്ജക്റ്റ് വേറെ ഉണ്ടാവില്ല. അപ്പം റോസുവിനിപ്പം ഏറ്റവും ഈസി ആയിട്ടുള്ള സബ്ജക്റ്റ്, ഇഷ്ടമുള്ള സബ്ജക്റ്റ് ഏതാണെന്ന് ചോദിച്ചാൽ മാത്സ് എന്ന് പറയും. അതിൻ്റെ ഒരു റീസൺ ബാൻസു ഈ ഒരു ക്ലാസ്സിലൂടെയാണ് കേട്ടോ. പിന്നെ ബാൻസിൻ്റെ ക്ലാസ്സിനെ പറ്റിയിട്ട് പറയുകയാണെങ്കിൽ ആ ഒരു മാം മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്ന ആ ഒരു രീതി ഉണ്ടല്ലോ, ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. നമുക്കെന്നെ ഇങ്ങനെ നോക്കിയിരുന്നിട്ട് കൂടെ ഇരുന്ന് പഠിക്കാൻ തോന്നുന്നൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ക്ലാസ് തന്നെയാണ് കേട്ടോ. Okay, so this P stands for parenthesis. Okay, parenthesis means the different kind of brackets. Okay, these are called parenthesis. Then E stands for exponents. Then you have multiplication, division, addition, and subtraction. You know, and in some of the countries, you know, in the other countries, they have something called as BIDMAS. BIDMAS. So you have BODMAS, you have BIDMAS, okay, you have PEMDAS as well. So these are the different mnemonics that we have so that we can do the calculations faster. Okay, but we will be only focusing on BODMAS in today's session. പിന്നെ ബാൻസു ക്ലാസ് എന്ന് പറയുന്നത് നമ്മൾ സ്കൂളിൽ പഠിപ്പിക്കുന്ന പോലെ ആ ഒരു ഓർഡർ വൈസ് ആയിട്ട് അങ്ങനെയല്ല പഠിപ്പിക്കുന്നത് കേട്ടോ. ഇത് മെൻ്റലിയാണ് പഠിപ്പിക്കുന്നത്. അതായത് ഈ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏത് പ്രോബ്ലംസും ഈസി ആയിട്ട് സോൾവ് ചെയ്യാൻ പറ്റും. അത്രയ്ക്കും നമുക്കൊരു ആത്മവിശ്വാസം വരും, കോൺഫിഡൻ്റ് ആവും, നമുക്ക് മാത്സ് ഒരു ഈസി ആയിട്ടുള്ള സബ്ജക്റ്റായിട്ട് മാറും. അപ്പോൾ അങ്ങനത്തെ ട്രിക്സും ടെക്നിക്സും ഒക്കെയാണ് ഈ ഒരു ബാൻസു ക്ലാസ്സിൽ പഠിപ്പിച്ചു കൊടുക്കുന്നത്. ഞങ്ങൾ UAE സമയത്ത് റോസുവിന് മാത്സ് എന്ന് പറയുമ്പോൾ വലിയൊരു ഇൻട്രസ്റ്റ് ഇല്ലാത്തൊരു സബ്ജക്റ്റായിരുന്നു. സ്കൂളിൽ പോകാൻ ഭയങ്കര മടിയായിരുന്നു മാത്സിൻ്റെ കാര്യം ആലോചിക്കുമ്പോൾ. അവിടെ നിന്നാണ് ഞാൻ ഈ ഒരു ബാൻസു ക്ലാസ്സിലൊക്കെ അവളെ ജോയിൻ ചെയ്യിപ്പിച്ചിട്ട് ഇപ്പം മാത്സാണ് ഏറ്റവും ഇഷ്ടമുള്ള സബ്ജക്റ്റായിട്ട് മാറിയിട്ടുള്ളത്. First we should do 7 minus 4. Okay, very good. So that is how much? 3. 3. Then 35 divided by 7. Is how much? 5. Good job. 5 multiplied by 3 and you're left with just 2. What is the final answer then? 5 into 3, 15 how much? plus 2, Yes, that is 17. very, very good. Good job. Very nice. Keep it up. Okay? Welcome. Okay, let's take up another question. The നമ്മുടെ മുമ്പത്തെ വീഡിയോസിൽ ഞാനിങ്ങനെ ബാൻസിൻ്റെ ക്ലാസ്സൊക്കെ ഷെയർ ചെയ്യുമ്പോൾ കുറേ ആൾക്കാർ ചോദിക്കാറുണ്ട് എങ്ങനെയാണ് ക്ലാസ് എന്നൊക്കെ. അപ്പോൾ ആ സെയിം അഭിപ്രായം തന്നെയാണ്. അതായത് നമ്മൾ സ്കൂളിൽ പഠിപ്പിക്കുന്ന രീതിയിലല്ല ഇവിടെ പഠിപ്പിക്കുന്നത്. പക്ഷേ ഇത് പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്കൂളിലേതൊക്കെ മൊത്തത്തിൽ നമുക്ക് ഭയങ്കര ഈസി ആയിട്ട് മാറും. മാത്സിൽ അപ്പം ഡിഫിക്കൽട്ടായിട്ടുള്ള സബ്ജക്റ്റാണ് നിങ്ങളുടെ കുട്ടിയെങ്കിൽ തീർച്ചയായിട്ടും ഇങ്ങനൊരു ക്ലാസ് കൊടുക്കുന്നത് വളരെ നല്ലതാണ്. എന്നാൽ കുട്ടികൾക്ക് ആ ഒരു സബ്ജക്റ്റിനോട് ഒരു ഇഷ്ടം തോന്നും. കുട്ടികൾ ഒന്നുകൂടെ
കോൺഫിഡൻ്റ് ആയിട്ട് മാറും. അത് നിങ്ങൾക്ക് ഞാൻ എൻ്റെ വീഡിയോസിലൂടെ കുറേ കാലമായിട്ട് ഞാനിത് പറയുന്നതാണ്. ബാൻസുവിൻ്റെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത ശേഷം റോസുവിന് വന്നിട്ടുള്ള മാറ്റങ്ങൾ നിങ്ങൾക്ക് കാണാവുന്ന തന്നെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇതുപോലെ ബാൻസുവിൻ്റെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ താഴെ ലിങ്കും കാര്യങ്ങളൊക്കെ കൊടുക്കാം. എന്തായാലും നിങ്ങൾക്ക് മസ്റ്റായിട്ടും ജോയിൻ ചെയ്യാം കേട്ടോ. സൈലൻസ് പ്ലീസ്. പിന്നെ അപ്പം നമ്മൾ പ്രീമിയം വാച്ച് കളക്ഷൻസിലുള്ള നല്ലൊരു വാച്ചാണ് കാണിക്കാൻ പോകുന്നത്. നല്ലൊരു ബോക്സിലാട്ടോ. ഇത് ബോക്സ് നമുക്ക് സെയിൽ ചെയ്യാനുള്ളതല്ല കേട്ടോ, നമ്മൾ ഈ ബോക്സിലാണ് വാച്ച് വെച്ചിട്ടുള്ളതെന്നാണ്. അപ്പോൾ ഇതിൻ്റെ സ്ട്രാപ്പ് ചെയിൻ സ്ട്രാപ്പാണ്. 4 കളേഴ്സിലാണ് ഇതിന് ഡയൽസ് വരുന്നത്. കാണിച്ചു തരാം. നല്ല ഭംഗിയുള്ള ഒരു പാറ്റേൺ ആണ്. എപ്പോഴും ഭംഗി തന്നെ പറയാറ്, എന്നാലും പ്രീമിയം വാച്ച് കളക്ഷൻസിലുള്ള ഒരു കളക്ഷനാണിത്. 4 കളേഴ്സിലാണ് വരുന്നത് കേട്ടോ. അപ്പോൾ ആവശ്യമുള്ളൊരു വേഗം തന്നെ കോൺടാക്ട് ചെയ്യുള്ളൂ. വാച്ചിനൊക്കെ ഒരുപാട് എൻക്വയറീസ് വരാറുണ്ട്. പിന്നെ നമ്മൾ വാച്ചൊക്കെ ലിമിറ്റഡ് സ്റ്റോക്കേ വെക്കാറുള്ളൂ, കാരണം ഒരേ ടൈപ്പ് കുറേ വേണ്ടാന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ പുതിയ കളക്ഷൻസ് എന്തായാലും വരുന്നതായിരിക്കും. അപ്പം ഈ കളക്ഷൻസ് ലിമിറ്റഡ് സ്റ്റോക്കേ ഉള്ളൂ. ആവശ്യമുള്ളൊരു വേഗം തന്നെ കോൺടാക്ട് ചെയ്യുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ ഐഷാസ് കാർഡിൽ കുട്ടികൾക്കായിട്ടുള്ള നല്ലൊരു പ്രൊഡക്റ്റ് വന്നിട്ടുണ്ട്. ഇത് ഇമ്പോർട്ടഡ് പ്രൊഡക്റ്റ് ആണ് കേട്ടോ. ഇത് പോളിസ്റ്റർ മൈക്രോ ഫൈബർ ഫ്ലീസാണ്. ഭയങ്കര സോഫ്റ്റ് ആൻഡ് വെൽവെറ്റി ടെക്സ്ചറാണ്. ഇതിൽ ഒരു ഷൈനിങ് ഒക്കെ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു ക്ലൗഡ് പാറ്റേൺ ആണ് വരുന്നത്. അതുപോലെ തന്നെ ഇവിടെ ഒരു ഓവർലോക്കൊക്കെ വരുന്നുണ്ട്. പിന്നെ നല്ല സോഫ്റ്റ് ആണ് കേട്ടോ. ഒരു തിക്നെസ് ഒക്കെ ഉണ്ട്, പക്ഷേ ലൈറ്റ് വെയ്റ്റ് ആണ്. ഈ 4 കളേഴ്സിലാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത്. പേസ്റ്റൽ ഷെയ്ഡ്സിലാണ് കേട്ടോ. 4 കളേഴ്സിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. അപ്പോൾ ആവശ്യമുള്ളവർക്ക് ഞാൻ ഇതിന് കൂടെ പ്രൈസും കൊടുക്കാം. ആവശ്യമുള്ളവർക്ക് താഴെ നമ്പറും ഉണ്ട്, നമ്പറിലും കോൺടാക്ട് ചെയ്യാം കേട്ടോ. ഓക്കെ. അപ്പോൾ ഇന്ന് ഐഷാസ് കാർട്ടിൽ നമ്മൾ വാച്ചിൻ്റെ കളക്ഷൻസിലുള്ള കുറച്ച് കളക്ഷൻസാണിത് കേട്ടോ. അതുപോലെ തന്നെ വാച്ചിൽ ഒരുപാട് ആൾക്കാർ പല പല മോഡൽസും ചോദിക്കാറുണ്ട്. അപ്പം നമ്മൾ വരുന്നതൊക്കെ വേഗം തന്നെ സ്റ്റോക്ക് ഔട്ട് ആവാറുണ്ട്. കാരണം വാച്ചൊക്കെ ഒത്തിരി ആൾക്കാർക്ക് ഭയങ്കര ഫേവറേറ്റ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഇപ്പം വന്നിട്ടുള്ളത് ഈ ഒരു പാറ്റേണിലാണ്. അതായത് ചെയിൻ ടൈപ്പാണ് സ്ട്രാപ്പ് വരുന്നത്. അതുപോലെ തന്നെ ഓവൽ ഷേപ്പിലാണ് വരുന്നത്. 5 കളേഴ്സിലാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത്. നല്ലൊരു പ്രീമിയം ലുക്ക് വരുന്ന നല്ല അഫോർഡബിൾ പ്രൈസിൽ വരുന്ന വാച്ചാണ്. അപ്പം ആവശ്യമുള്ളവർ വേഗം തന്നെ കോൺടാക്ട് ചെയ്തോളൂ. ഞാൻ ഇതിൻ്റെ പ്രൈസും അതുപോലെ തന്നെ കോൺടാക്ട് ചെയ്യുന്ന നമ്പറും ഞാൻ താഴെ കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ സ്ലിംഗ് ബാഗ് കളക്ഷൻസിൽ നല്ല ഭംഗിയുള്ള കളേഴ്സിൽ വരുന്ന ബാഗ്സ് ആട്ടത്. ഞാനിപ്പോൾ ഇത് ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് റെഡിയാക്കി വെച്ചതാണ്. അപ്പോൾ ഇതൊക്കെയാണ് കളേഴ്സ് വരുന്നത്. ബ്രൗണിലും കോഫിയിലും ഒക്കെ നല്ല ഭംഗിയുള്ള കളേഴ്സിലായിട്ടത് വരുന്നത്. അപ്പോൾ ആവശ്യമുള്ളൊരു വേഗം തന്നെ കോൺടാക്ട് ചെയ്തോളൂ. ഞാൻ നമ്പറും കോൺടാക്റ്റുള്ള നമ്പറും അതുപോലെ തന്നെ പ്രൈസും ഇതിൻ്റെ കൂടെ തന്നെ കൊടുക്കാം. ഓക്കെ. 5 കളേഴ്സ് ആയിട്ടത് വരുന്നതിൽ ലിമിറ്റഡ് സ്റ്റോക്കേ ഉണ്ടാവുള്ളൂ. ഹാൻഡ് ബാഗ്സിലും വാച്ചസിലൊക്കെ നമ്മൾ കുറേ ഒരേപോലത്തെ ഇറക്കാറില്ല, ലിമിറ്റഡേ ഉണ്ടാവുള്ളൂ. അപ്പം പുതിയ പുതിയ കളക്ഷൻസ് വീണ്ടും വരും. അപ്പം ഇതിൽ വേണ്ടവർ വേഗം തന്നെ കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇഷ്ടമാവുമെന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും. എന്തായാലും നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് താഴെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഞാൻ നേരത്തെ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞ പോലെ നല്ലൊരു വീട്ടുപേര് ഞങ്ങൾക്ക് സജസ്റ്റ് ചെയ്ത് തരിക കേട്ടോ. ഓക്കെ. അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് വ്ളോഗുമായിട്ടൊക്കെ വരുന്നവരേക്കും ബൈ. താങ്ക് യു.